ഇനി നമുക്ക് ദശകം 98 മൂന്നാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം. ആദ്യ ശ്ലോകം വായിക്കാം. നോതിര്യഞ്ചന്നമർത്യം ന ചസുരമസുരം ന സ്ത്രിയം നോ പുമാംസം ന ദ്രവ്യം കർമ്മജാതിം ഗുണമപി സദസദ്വാപി തേ രൂപമാഹു. ശിഷ്ടം യത്സ്യാന്നിഷേധേ സതി നിഗമശതൈർലക്ഷണാവൃത്തിതസ്തത് കൃച്ഛ്രേണാവേദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ. ഇതില് ആദ്യം ആ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ നമ്മളുടെ ഈ സാധാരണ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നതായിട്ടുള്ള ഈ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ യാതൊന്നുമല്ല, ഇതല്ല അതല്ല എന്ന് പറയാണ് ആ ഭഗവാന്റെ സ്വരൂപം. ആ ബ്രഹ്മാനന്ദമയായിട്ടുള്ള ഭഗവാന്റെ ആ സ്വരൂപം ഇതൊന്നുമല്ല എന്നാണ് ആദ്യം പറയുന്നത്. നമുക്ക് നോക്കാം. ആദ്യം പറയണു നോ തിര്യഞ്ചന്നമർത്യം എന്നുണ്ട്. നോ തിര്യഞ്ചം ന മർത്യം. അതായത് ഇതില് ഈ നോ തിര്യഞ്ചം ന മർത്യം ന ചസുരമസുരം ന സ്ത്രിയം നോ പുമാംസം ന ദ്രവ്യം കർമ്മജാതിം ഗുണമപി സദസത് വാപി തേ രൂപമാഹു എന്നുണ്ട്. ആ തേ രൂപം എന്നുള്ളത് നമ്മൾ ആദ്യം പറയുക. തേ രൂപം എന്ന് മേൽപ്പത്തൊരു ഭഗവാനോട് പറയാണ്, ഭഗവാനെ അങ്ങയുടെ രൂപം, അങ്ങയുടെ ആ പരബ്രഹ്മസ്വരൂപം ആയിട്ടുള്ള ആ രൂപം നോതിര്യഞ്ചം നമർത്യം. അതാണ് നോതിര്യഞ്ചം നമർത്യം എന്നുള്ളതിനെ നോതിര്യഞ്ചം നമർത്യം എന്ന് പറയാണ്. അതായത് തേ രൂപം തിര്യഞ്ചം എന്നാണ്. തിര്യഞ്ചം എന്ന് പറഞ്ഞാൽ തിര്യക്കുകൾ പറഞ്ഞ പക്ഷി മൃഗാദികളാണ്. അപ്പൊ തിര്യഞ്ചം പറഞ്ഞ പക്ഷി മൃഗാദികളുടേതല്ല അങ്ങയുടെ രൂപം എന്നാണ്. ന തിര്യഞ്ചം പറഞ്ഞാല്. നമർത്യം പറഞ്ഞാൽ അങ്ങയുടെ രൂപം മനുഷ്യന്റേതും അല്ല. പിന്നെയോ നച സുരമസുരം ന സുരം അസുരം ച, സുരന്റേതുമല്ല അസുരന്റേതുമല്ല അങ്ങയുടെ രൂപം. പിന്നെയോ ന സ്ത്രീയം നോ പുമാംസം, സ്ത്രീയുടേതുമല്ല പുമാംസം ന പുരുഷന്റേതുമല്ല. ന ദ്രവ്യം, ഏതെങ്കിലും ഒരു ദ്രവ്യത്തിന്റെ രൂപവുമല്ല. ഈ ദ്രവ്യം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് എന്ന് ഒക്കെ പറയാം. ഈ പ്രപഞ്ചത്തിലുള്ള യാതൊരു വസ്തുവിന്റെ രൂപത്തിലുള്ളതുമല്ല. ആദ്യം പറഞ്ഞതൊക്കെ ജീവൻ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഈ ജീവനുള്ളവ യാതൊന്നുമല്ല അങ്ങയുടെ രൂപം എന്ന് പറഞ്ഞു. പക്ഷി മൃഗാദികളല്ല, മനുഷ്യനല്ല, ദേവനല്ല, അസുരനല്ല, സ്ത്രീയല്ല, പുരുഷനല്ല, അത് പറഞ്ഞു. പിന്നെ പറഞ്ഞു ന ദ്രവ്യം, ന വസ്തുക്കളുമല്ല, കർമ്മ ജാതിം ഗുണമപി, ദ്രവ്യം കർമ്മ ജാതിം ഗുണം അപി ന, ദ്രവ്യവുമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ യാതൊന്നുമല്ല, കർമ്മമല്ല, ജാതി പറയാ ജാതിയല്ല, അങ്ങയുടെ ആ രൂപം ഏതെങ്കിലും ഒരു ഗണത്തിൽ പെടുത്താവുന്നതല്ല എന്നാണ്. സ്പെസീസ് എന്നൊക്കെ പിന്നെ ഗുണമപി, ഗുണവും യാതൊരു ഗുണത്തിലും അതിനെ പെടുത്താൻ പറ്റില്ല. സദ് അസത് വാപി, സത് അസത് വാ അപി ന. സത് പറഞ്ഞ ഉള്ളത്, അസത് പറഞ്ഞ ഇല്ലാത്തത്. ഉള്ളതുമല്ല ഇല്ലാത്തതുമല്ല, അതൊന്നും അല്ല. തേ രൂപം, അങ്ങയുടെ രൂപം എന്ന ആഹു പറയുന്നു, അല്ലെങ്കിൽ പറയപ്പെടുന്നു. വിവരമുള്ളവരൊക്കെ, ജ്ഞാനികളായവരൊക്കെ പറയുന്നുണ്ട്, അങ്ങയുടെ ആ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള അങ്ങയുടെ ആ രൂപം പക്ഷി മൃഗാദികളല്ല, മനുഷ്യനല്ല,
ദേവനല്ല, അസുരനല്ല, സ്ത്രീയല്ല, പുരുഷനല്ല, ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ യാതൊന്നുമല്ല, കർമ്മമല്ല, ജാതിയല്ല, ഗുണമല്ല, ഉള്ളതുമല്ല, ഇല്ലാത്തതുമല്ല, അങ്ങനെ ഒന്നും അല്ല എന്ന് വിവരമുള്ളവർ പറയണു എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറയാണ്, ശിഷ്ടം യത് നിഷേധേ സതി എന്നുണ്ട്. അത് നിഷേധേ സതി ശിഷ്ടം യത് സ്യാത് എന്നാണ് അതിനെ വേണ്ട പോലെ ആക്കുമ്പോൾ. ഇങ്ങനെ നിഷേധേ സതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിഷേധിച്ചിട്ട് എന്നാണ്. അതായത് ഇതല്ല, അതല്ല, ദേവനല്ല, മനുഷ്യനല്ല, അങ്ങനെ അങ്ങനെ എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളത് ഒന്നും അല്ല 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 എന്ന് പറഞ്ഞിട്ട് എന്നാണ്. അത് സംസ്കൃതത്തില് ന ഇതി എന്ന് രണ്ടും കൂടി ചേരുമ്പോ നേതി എന്നാണ്. സംസ്കൃതത്തിൽ അതിന് നേതി 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 എന്നാണ് അതിന് പറയുക. ഇതല്ല, അതല്ല, ഇതല്ല, അതല്ല എന്നുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അല്ല 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 എന്ന് പറഞ്ഞിട്ട് ശിഷ്ടം യത് സ്യാത് എന്നാണ്. നിഷേധേ സതി, ഇങ്ങനെ അതൊന്നും അല്ല അല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാറ്റിനെയും നിഷേധിച്ചിട്ട് എന്നാണ്. നിഷേധേ സതി ശിഷ്ടം യത് സ്യാത്, ബാക്കി എന്താണോ ഉള്ളത്, അതായത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും അല്ല 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 എന്ന് പറഞ്ഞു. അതൊന്നും ഭഗവാന്റെ രൂപമല്ല എന്ന് പറഞ്ഞ് പിന്നെ ബാക്കിയുള്ളത് എന്നാ പറയണത്. നിഷേധിക്കാൻ പറ്റാണ്ട് വേറെ യാതൊന്നുണ്ടോ, അനിഷേധ്യമായിട്ടുള്ളത് എന്തൊന്നുണ്ടോ അതാണ്. അതിനെ, അതായത് ആ രൂപം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് ഒന്നും അധീനമല്ലാണ്ട് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ളതാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഈ പറഞ്ഞ വസ്തുക്കൾ ഒന്നും അല്ലാതെ ഇവയെല്ലാം നിയന്ത്രിച്ച് ഇതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ഒരു ശക്തി അതാണ്. അപ്പൊ ഇങ്ങനെ നിഷേധിക്കാൻ പറ്റാത്തൊരു ശക്തി യാതൊന്നുണ്ടോ എന്നാണ്. അതിനെ നിഗമശതൈർ ലക്ഷണാവൃത്തിതസ്തത്കൃച്ഛ്രേണ വേദ്യമാനം എന്നുണ്ട്. നിഗമശതൈഹി, നിഗമം പറഞ്ഞാൽ വേദം, നിഗമശതൈഹി പറഞ്ഞാൽ ഈ വേദങ്ങളില് അല്ലെങ്കിൽ ഉപനിഷത്തുക്കളിലൊക്കെ 100 വേദവാക്യങ്ങളാലും ഉപനിഷത്ത് വാക്യങ്ങളാലും ലക്ഷണാവൃത്തിത തത് കൃച്ഛ്രേണ വേദ്യമാനം എന്നുണ്ട്. തത് പറഞ്ഞാൽ അത് എന്നാണ്. അത് എന്ന് പറഞ്ഞാൽ ഈ ഇതല്ല അതല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചിട്ട് ഇതൊന്നും അല്ലാണ്ട് വേറെ എന്താണോ ബാക്കിയുള്ളത്, ആ നിഷേധ്യമായിട്ട് നിഷേധിക്കാൻ പറ്റാണ്ട് എന്തൊന്നാണോ ബാക്കിയായത് തത്, അതിനെ നിഗമശതൈഹി 100 വേദവാക്യങ്ങളാലും ഉപനിഷത്ത് വാക്യങ്ങളാലും ലക്ഷണാവൃത്തിത പറഞ്ഞാല്, ലക്ഷണാവൃത്തി എന്ന് പറഞ്ഞാൽ തെളിച്ച് വ്യക്തമായിട്ട് പറയാണ്ട് ലക്ഷണങ്ങളെ കൊണ്ട് പറയാ എന്നൊക്കെ പറഞ്ഞാല്, അതായത് എന്താണെന്ന് വാക്കുകളാൽ വിവരിക്കാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. വാക്കുകളാൽ ഈ ബ്രഹ്മം എന്താണ് എന്ന് വാക്കുകളാൽ വിവരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ വേദങ്ങളും ഉപനിഷത്തുക്കളൊക്കെ വാക്കുകളും വാചകങ്ങളും തന്നെയാണ്. വാക്കുകളാലും വാചകങ്ങളാലും എന്താണ് എന്ന് വ്യക്തമായിട്ട് വിവരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലക്ഷണാവൃത്തിത പറഞ്ഞാല് ഈ ലക്ഷണങ്ങളെ കൊണ്ട് വിവരിക്കാനേ പറ്റുള്ളൂ. അപ്പൊ ശരിക്കൊരു പേരെന്നെ പറയാൻ പറ്റില്ല. ഈ പരബ്രഹ്മമായിട്ടുള്ള ആ ശക്തിക്കൊരു പേരെന്നെ ഇല്ല. അപ്പൊ വാക്കുകളെ കൊണ്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഇംപ്ലൈഡ് മീനിങ്ങിലേ പറയാൻ പറ്റുള്ളൂ എന്ന്. അതായത് ഒരു തരത്തിൽ വായിച്ചിട്ട് മറ്റൊരു തരത്തിൽ അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം മനസ്സിലാക്കി എടുക്കാൻ വായിച്ച ആൾക്ക് പറ്റണം, എന്നാലേ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ തരത്തിൽ വിവരിക്കുക, അതാണ് ലക്ഷണാവൃത്തിത പറഞ്ഞാൽ. ആ ലക്ഷണാവൃത്തി രൂപത്തില് ഡയറക്റ്റ് മീനിങ് പറയാണ്ട് ഇംപ്ലൈഡ് മീനിങ് ആണ് അതില്. അതിൻ്റെ അർത്ഥമൊക്കെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. അത് സാമർഥ്യമുള്ളവർക്ക് ആ അർത്ഥം ഗ്രഹിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിനാണ് പറയണത്
ലക്ഷണാവൃത്തിത, അങ്ങനെ ലക്ഷണം മാത്രം പറഞ്ഞുകൊണ്ടുള്ള ആ രൂപത്തില് തത് അതിനെ കൃച്ഛ്രേണ ആവേദ്യമാനം. കൃച്ഛ്രേണ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയിട്ട്. ഈ തരത്തിൽ ബ്രഹ്മത്തിനെ വിവരിക്കാനും ബുദ്ധിമുട്ടാണ്, അത് വായിച്ചിട്ട് മനസ്സിലാക്കാനും ഒരാളെ മനസ്സിലാക്കിപ്പിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതാണ് കൃച്ഛ്രേണ പറഞ്ഞാൽ ബുദ്ധിമുട്ടിയിട്ട് എന്നാണ്. അങ്ങനെ ആവേദ്യമാനം, അത് അങ്ങനെ മനസ്സിലാക്കിപ്പിച്ചിട്ടുണ്ട് വേയിക്കണ പോലെയൊക്കെ. ബുദ്ധിമുട്ടിയിട്ട് ഈ ലക്ഷണാവൃത്തി എന്ന വഴിയിലെ ഇംപ്ലൈഡ് മീനിങ് മാത്രം കൊടുത്തിട്ട് ഡയറക്റ്റ് മീനിങ് അതിലില്ലാണ്ട് അങ്ങനെ ലക്ഷണങ്ങളെ കൊണ്ട് മാത്രം ബുദ്ധിമുട്ടി വിവരിച്ചിട്ടുണ്ട് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെയുള്ള ആ പരമസുഖമയം ഭാതി, അങ്ങനെയൊക്കെയുള്ള ആ പരമസുഖം നിത്യാനന്ദ സ്വരൂപമായിട്ടുള്ള എന്നാണ്. അത് ഭാതി, ശോഭിക്കുന്നു. ഭാതി എന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് അതിനെ മാനസികമായിട്ട് ധ്യാനം അതുകൊണ്ടൊക്കെ അനുഭൂതി, അതിൻ്റെ ഒരു അനുഭൂതിക്ക് വിഷയമാക്കാനേ പറ്റുള്ളൂ എന്ന്. അല്ലാണ്ട് അതാണ് ഭാതി, ആ ശക്തി ശോഭിക്കുന്നു എന്നാണ്. എന്നിട്ട് പറയണത് തസ്മൈ നമസ്തേ, അങ്ങനെയുള്ള നിന്തിരുവടിക്ക് നമസ്കാരം. അതായത് ഈ പറഞ്ഞ വസ്തുക്കൾ, പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കൾ ഒന്നുമല്ലാണ്ട് ഇങ്ങനെ നിഷേധിക്കാൻ പറ്റാണ്ട് ബാക്കി എന്തോന്നുണ്ടോ അതും അങ്ങനെയുള്ളവനും, പിന്നെ ഈ ഉപനിഷത്തുക്കളിലും വേദങ്ങളിലും ഒക്കെ ലക്ഷണാവൃത്തി രൂപേണ, അതായത് ഈ ഇംപ്ലൈഡ് മീനിങ് മാത്രം തന്നിട്ട് അതൊന്ന് വായിച്ച് മനസ്സിലാക്കി എടുക്കണം. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ട് അതിൽ വിവരിച്ചിട്ടുള്ളതും ഒക്കെ പണിപ്പെട്ട് അറിയിക്കപ്പെടുന്നതുമായ ആ പരമാനന്ദ സ്വരൂപനായി വിരാജിക്കുന്ന ആ നിന്തിരുവടിക്ക് നമസ്കാരം. നമസ്കരിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ എനിക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് അന്വയമായിട്ട് പറയുകയാണെങ്കിൽ, തേ രൂപം, അങ്ങയുടെ നിന്തിരുവടിയുടെ സ്വരൂപം ന തിര്യഞ്ചം, തിര്യക്കുകളുടേതല്ല, പക്ഷിമൃഗാദികളുടേതല്ല, ന മർത്യം, മനുഷ്യന്റെ അല്ല, നച സുരം, അസുരം, ദേവന്റെയുമല്ല അസുരന്റെയുമല്ല, ന സ്ത്രീയം നോ പുമാംസം, സ്ത്രീയുടേതുമല്ല പുരുഷന്റേതുമല്ല, ന ദ്രവ്യം, അത് ഒരു ദ്രവ്യവുമല്ല, കർമ്മജാതിയും ഗുണം, കർമ്മമല്ല, ജാതിയല്ല, ഗുണമല്ല, ആപി അതൊന്നുമല്ല, സത് അസത് വാ അപി, സത്തുമല്ല അസത്തുമല്ല. ആഹു പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും പറയണു, ഇങ്ങനെ ജ്ഞാനികളാൽ പറയപ്പെടുന്നു. നിഷേധേ സതി, ഇങ്ങനെ എല്ലാം അല്ല അല്ല എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ യത് ശിഷ്ടം, എന്താണോ ബാക്കിയാകുന്നത്, നിഷേധിക്കപ്പെടാതെ എന്താണോ ബാക്കിയാകുന്നത്, അതാണ് യത് ശിഷ്ടം സ്യാത്, എന്താണോ ബാക്കിയാകുന്നത്. നിഗമശതൈഹി, നൂറുകണക്കിന് ഉപനിഷത്ത് വാക്യങ്ങളാൽ ലക്ഷണാവൃത്തിത, ലക്ഷണാവൃത്തി കൊണ്ട് നേരിട്ട് അങ്ങോട്ട് വിവരിക്കാണ്ട് ലക്ഷണം മാത്രം പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഇംപ്ലൈഡ് മീനിങ്ങോട് കൂടിയിട്ട് അങ്ങനെ കൃച്ഛ്രേണ ആവേദ്യമാനം, വളരെ പണിപ്പെട്ട് അറിയിക്കപ്പെടുന്നതും ആയ, അതെന്താണെന്ന് അറിയണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടോടു കൂടി പ്രയാസപ്പെട്ടിട്ട് അറിയിക്കപ്പെടുന്നതും ആയ തത് പരമസുഖമയം എന്ന് പറഞ്ഞാല് അത് പരമാനന്ദ സ്വരൂപമായിട്ട് ഭാതി വിരാജിക്കുന്നു. തസ്മൈ തേ നമ, അങ്ങനെയൊക്കെയുള്ള നിന്തിരുവടിക്ക് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ശ്ലോകം ഒന്നും കൂടി വായിക്കാം.
നോതിര്യഞ്ചം നമർത്യം ന ചസുരമസുരം ന സ്ത്രിയം നോ പുമാംസം ന ദ്രവ്യം കർമ്മജാതിം ഗുണമപി സദസദ്വാപി തേ രൂപമാഹു. ശിഷ്ടം യത് സ്യാത് നിഷേധേ സതി നിഗമശതൈർലക്ഷണാവൃത്തിതസ്തത്കൃച്ഛ്രേണ വേദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ.